എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ ടെററായിട്ട് വിളിച്ചു പറയും, നിന്നോടൊപ്പം ചേരുന്നതിലും നല്ലത് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടവും ആ സാമുറായ്സിനോടാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും അവരോടൊപ്പം മാത്രമായിരിക്കും നിൽക്കുക. നിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇല്ലാതാക്കും. അത് കേട്ട് കൈഡോ അവൻ ലൂഫിക്ക് നേരെ ടേൺ ചെയ്ത്, എന്നെ നിനക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. എപ്പോഴത്തേതും പോലെ എന്റെ പുറകിൽ വന്ന് വെറുതെ കുജി കൊണ്ട് കുത്തും പോലെ അച്ചറം പൊച്ചറം കുത്താനായിട്ട് മാത്രമേ കഴിയൂ. കാരണം നീ ഒരു യൂസ്ലെസ് ആണ്. ഓൾറെഡി നീ എന്നെ നന്നായിട്ട് ഇറിറ്റേറ്റ് ചെയ്തു, അതിനുള്ളത് ഞാൻ നിനക്ക് തരുന്നു പറഞ്ഞ് അവൻ അങ്ങനെ ടേൺ ചെയ്ത് ലൂഫിക്ക് നേരെ വരും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ബിഗ് മോമിനെ കാണിക്കും. അവൾക്കാണെങ്കിൽ യൂസ്ലെസ് കിഡിനോട് വല്ലാത്തൊരു ദേഷ്യവും പകയൊക്കെ അങ്ങനെ കൂടി വരും. കാരണം അവനാണ് അതിന്റെ എല്ലാം പിന്നിൽ നിന്ന് അവൾക്ക് മനസ്സിലാവും. പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത് അത് യൂസ്ലെസ് കിഡാണ്. സോ ആദ്യം ഞാൻ അവന്റെ കഥ കഴിക്കും. അതിനെല്ലാം മുൻപ് സൺ പവർ പറഞ്ഞതുപോലെ ക്ലൗഡ് പവറിന് പകരമായിട്ട് സൺ പവറിന് ഒരു ജോഡിയെ അതിനെ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ സോൾ കൊണ്ട് തന്നെ അതിനെ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവളെ ലൈഫ് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരും. ചില പ്രത്യേക മാജിക് ഒക്കെ ഉപയോഗിച്ച് അവളിപ്പോൾ അടുത്തൊരു പവറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അവളാണെങ്കിൽ പുതിയ പവറിനെ ക്രിയേറ്റ് ചെയ്യുന്തോറും ഇവിടെ യൂസ്ലെസ് കിഡ് അവനാണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസായി അതിനെ തന്നെ നോക്കും. സൺ പവറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം അവൻ ഒരുപാട് നാൾ കാത്തിരിക്കുകയായിരുന്നു ഒരു ഗേൾ ഫ്രണ്ടിന് വേണ്ടി. ഇപ്പൊ അവൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഗേൾ ഫ്രണ്ട് ലഭിക്കാനായിട്ട് പോവാണ്. ബിഗ് മോം ആണെങ്കിൽ ഒരു പവറിനെ അവളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. അതാണെങ്കിൽ പതിയെ അങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അവിടെ മുഴുവൻ തണ്ടറും ലൈറ്റ്നിങ്ങും എല്ലാം തന്നെ സ്പ്രെഡ് ആവും. കുട്ടിയിടയിൽ ബിഗ് മോം അവൾ യൂസ്ലെസ് കിഡിനെ നോക്കും. നിന്നെയാണ് എന്റെ കയ്യിൽ കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചത്. എന്നെ നീ കടലിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുമല്ലേ? എന്റെ പുതിയ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്നാണ് ഇതിനുള്ള മറുപടി കിട്ടാൻ പോവുക. കാര്യങ്ങൾ കൈവിട്ട് പോവാണെന്ന് മനസ്സിലാക്കിയ യൂസ്ലെസ് കിഡ് അവനാണെങ്കിൽ ഇപ്പോൾ ഉഷാറായിട്ട് ഓടും. അത് കണ്ട ബിഗ് മോം അവൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത അവനോട് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അതാണെങ്കിൽ ഫോളോ ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യാണ്. ആ ഒരു അറ്റാക്കിൽ ആ മാങ്ഷൻ മുഴുവനായിട്ട് കിടുങ്ങി വിറയ്ക്കും. അതേസമയം ആ ഒരു വലിയ ജെർക്കില് ഇപ്പോൾ ഉസോപ്പൻ ടീമും ജെർക്കായി താഴെ വീഴും. അവർക്കാണെങ്കിൽ എത്രയും വേഗം ആ പ്ലേ ഹാളിലെത്തണം. കാരണം അവിടെയാണ് പെണ്ണ് അവൾ ഡംപ്ലിങ്സ് കൊടുത്തിട്ടുള്ള ആ വില്ലന്മാരുള്ളത്. അവിടേക്ക് എത്തി അവരെ കൺട്രോൾ ചെയ്താൽ മാത്രമേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റൂ. അവരാണെങ്കിൽ തിരിഞ്ഞു നോക്കും. അപ്പോൾ അവരുടെ തൊട്ട് പുറകിലായിട്ട് ആ പേജ് 1 അവനാണെങ്കിൽ ഇപ്പോഴും അവരെ ഫോളോ ചെയ്യാണ്. നാമയാണെങ്കിൽ ആദ്യം റെയിൻ ക്രിയേറ്റ് ചെയ്യും. ഡൈവേർട്ട് ആവണ ഗ്യാപ്പിൽ അവളുടെ സ്റ്റിക്ക് നീട്ടി വലിയൊരു തണ്ടർ അത് അവന്റെ ദേഹത്തേക്ക് ഏൽപ്പിക്കുകയാണ്. ആ ഒരു തണ്ടറിൽ തകർന്ന് അവൻ താഴെ വീഴും. പക്ഷെ അവർക്കൊരു വമ്പ ട്വിസ്റ്റ് കൊടുത്തുകൊണ്ട് അവനാണെങ്കിൽ ഇപ്പോൾ അവരുടെ മുൻപിലേക്ക് ചാടി വരികയാണ്. വയലറ്റ് പെണ്ണാണെങ്കിൽ ടോപ്പിനോടും നാമയോടും അവളുടെ ആ ഒരു ലയണിനെ മുറുക്ക പിടിക്കാനായിട്ട് പറയും. അവരാണെങ്കിൽ അതിനെ മുറുക്ക പിടിക്കും. അതതിന്റെ സ്പീഡ് കൂട്ടി അങ്ങനെ പേജ് 1നെയും ആ ചുമരിനെ ഇട്ടിച്ച് തെറിപ്പിച്ച് റൂമിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ യൂസ്ലെസ് കിഡിനെയും കില്ലറിനെയും കാണിക്കും. ബിഗ് മോമിന്റെ അറ്റാക്കിൽ അവർക്ക് ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇനി യാതൊന്നും സംഭവിച്ചിട്ടില്ല. അവരാണെങ്കിൽ പതിയെ ഇപ്പൊ എഴുന്നേറ്റ് വരികയാണ്. യൂസ്ലെസ് കിഡ് ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ എവിടെയും ബിഗ് മോമിനെ കാണാനില്ല. കാരണം ആ ഒരു വലിയ അറ്റാക്കിൽ അവരിപ്പോ വേറെ ഏതോ ഫ്ലോറിലാണ്. ഒരെംബറിന്റെ പവർ എന്താണെന്ന് ബിഗ് മോം ശരിക്കും അവർക്ക് കാണിച്ചു കൊടുത്തു. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. അവൾ ഏത് നിമിഷവും എവിടുന്ന് വേണമെങ്കിലും അവളെ അറ്റാക്ക് ചെയ്യാൻ അവൻ പറയേണ്ട താമസം അവരുടെ തൊട്ടു താഴെയുള്ള ഫ്ലോറിൽ വലിയ ശബ്ദം കേൾക്കും. മാത്രമല്ല ബിഗ് മോമിന്റെ ശബ്ദവും അവളാണെങ്കിൽ ഉള്ള ഫ്ലോറിൽ അവരെ അന്വേഷിച്ച് നടക്കുകയാണ്. അവർ രണ്ടുപേരും ശ്വാസമൊക്കെ മുറുക്കി പിടിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും. കില്ലർ ആണെങ്കിൽ ഇപ്പൊ യൂസ്ലെസ് കിഡിനെ കൈപിടിച്ച് പറയും, നമ്മളിവിടെ വെറുതെ നോക്കി നിന്നിട്ട് യാതൊരു കാര്യമില്ല. എത്രയും വേഗം ബിഗ് മോമിനെ തടയണം. കൈഡോയായിട്ട് ഒന്നിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ തോൽപ്പിക്കാൻ അത് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അവർ ഉഷാറായിട്ട് മുൻപോട്ടേക്ക് ഓടി വരുമ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിലായിട്ട് ഒരുപാട് പവറൊക്കെ സ്പ്രെഡ് ചെയ്ത് സാക്ഷാൽ കാട് വില്ലൻ. യൂസ്ലെസ് കിഡിന് അവനെ കണ്ട് കൺട്രോൾ പോവും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ മുൻപിൽ വന്ന് നിൽക്കും. ഹപ്പോംസിനെ പോലെ നീയും എന്നെ ചതിച്ചവനാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതിനവൻ പറയും, ഒരിക്കലും നിന്നെ ഹപ്പോംസിനെ പോലെ ചതിച്ചിട്ടില്ല. പെട്ടുപോവും എന്ന അവസ്ഥയിൽ ഞാൻ സറണ്ടർ ആയതാണ്. പക്ഷെ നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കില്ലറാണെങ്കിൽ യൂസ്ലെസ് കിഡിനോട് പറയും, നീ വെറുതെ ഇവിടെ സംസാരിച്ചു നിന്ന നമ്മുടെ ടൈം അത് വേസ്റ്റ് ആവും. എത്രയും വേഗം ബിഗ് മോമിനെ തടയണം. അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നീ എത്രയും വേഗം ബിഗ് മോമിന്റെ അടുത്തേക്ക് പോകാൻ പറയും. വേറെ വഴിയില്ലാതെ യൂസ്ലെസ് കിഡ് ആണെങ്കിൽ കില്ലറിനെ അവിടെ വിട്ട് കടന്നു പോവാണ്. യൂസ്ലെസ് കിഡിന് കില്ലറിന്റെ പവർ അത് നന്നായിട്ട് അറിയാം. സോ അവൻ തോൽക്കില്ല എന്നൊരു കോൺഫിഡൻസ് അത് അവനുണ്ട്. അടുവില്ലന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ യൂസ്ലെസ് കിഡിനെ ഫോളോ ചെയ്ത് അവന്റെ പിന്നാലെ പോവും. അതേസമയം കാട് വില്ലൻ അവനാണെങ്കിൽ ടെററായി അവന്റെ മോൺസ്റ്റർ ഫോമിലേക്ക് മാറി കില്ലറിനോട് പറയും, നീ മരിക്കാനായിട്ട് 92%
ചാൻസ് ഉണ്ട്. അതിന് കില്ലർ ക്യാഷ്ലായിട്ട് പറയും എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല, ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ബിഗ് മോമിന്റെ പേര് വിളിച്ച് ഉഷാറായിട്ട് ചാടി ഓടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കൈഡോ ആണെങ്കിൽ വീണ്ടും വീണ്ടും ഇപ്പൊ ലൂഫിയോട് പറയും, സത്യത്തിൽ നിങ്ങളെ കൊല്ലുക എന്നത് എന്റെ ലക്ഷ്യമല്ല. നിങ്ങളെപ്പോലെ പവർഫുൾ ആയ ആൾക്കാരോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തന്നെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ലോകം തന്നെ നമ്മുടെ കാൽത്തുമ്പിൽ കൊണ്ടുവരാനായിട്ട് കഴിയും. ഞാനും നീയും അടങ്ങുന്ന നമ്മുടെ ടീം എല്ലാവരും പൈററ്റ്സ് ആണ്. സോ പൈററ്റ്സ് എല്ലാം ഇപ്പോൾ ഒന്നിച്ച് നിൽക്കണം. ഈ സാമുറായി ടീമിനെ തോൽപ്പിച്ച് ഈ ഒരു ഐലാൻഡ് അത് നമുക്ക് ഒരുമിച്ച് നമ്മുടേതാക്കി മാറ്റാന്ന് പറഞ്ഞ് കൈഡോ ആണെങ്കിൽ ഇപ്പോൾ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് അവന്റെ അടുത്ത ട്രിക്കാണെന്ന്. ലൂഫി ആണെങ്കിൽ രണ്ടാമവും ചിന്തിക്കില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും നിന്റെ ടീംമേറ്റ് ആവില്ല, അതിലും ഭേദം ഞാൻ സൂയിസൈഡ് ചെയ്യുന്നതാണ്. നിന്നെ പോലെ ബാഡ് ആയിട്ടുള്ള ഒരു പൈററ്റിന്റെ കൂടെ കൂടാൻ ഞാൻ ആളല്ല. നിന്നെ കൊല്ലുക, എങ്ങനെയെങ്കിലും ഈ വാനോ കിങ്ഡം അത് ഓടന്റെ ആഗ്രഹപ്രകാരം തിരികെ പിടിച്ച് ഇൻഡോസ്കെ ഷോഗണാക്കി മാറ്റുക, അതിന് ഏതറ്റം വരെ ഞാൻ പോകുമെന്ന് പറയും. ഇവിടെ കൈഡോ ആണെങ്കിൽ അത്ത് കേട്ട് ടെറർ ആവുകയാണ്. ലൂഫി ആണെങ്കിൽ അടുത്തായിട്ട് എങ്ങനെ അവനെ അറ്റാക്ക് ചെയ്യണമെന്ന് ആലോചിക്കാനായിട്ട് തുടങ്ങും. അപ്പാപ്പ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതൊന്നൊന്നായിട്ട് അവന്റെ മനസ്സിലേക്ക് വരും. കളർ ഓഫ് ഹോക്കി പവർ അതുപയോഗിച്ച് അറ്റാക്ക് ചെയ്താൽ കൈഡോയെ തോൽപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ ഒരു കാരണവശാലും ഓവറായിട്ട് പവർ പുഷ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ പവർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്ത് അവനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവൻ ടച്ച് ചെയ്യാതെ തന്നെ ഓപ്പണന്റിനെ കീഴ്പ്പെടുത്താൻ പറ്റും. മാത്രമല്ല ഇന്റേണൽ ഓർഗൻസ് അതിനെപ്പോലും ആ പവർ തനിയെ അകത്തേക്ക് പോയി തകർത്തില്ലാതാക്കി മാറ്റും. സോ ഞാൻ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് അപ്പാപ്പം പറഞ്ഞ നിർദ്ദേശങ്ങൾ അതെല്ലാം ഫോളോ ചെയ്ത് വേണം അടുത്ത പഞ്ചിൽ ഇവനെ നോക്കൗട്ട് ചെയ്യാനെന്ന് ലൂഫി ചിന്തിക്കും. അതേസമയം കൈഡോയ്ക്കും കളർ ഓഫ് ഹോക്കി പവർ ഉപയോഗിച്ചാണ് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് പിടികിട്ടി. സോ ലൂഫിയുടെ അറ്റാക്ക് അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇനി ഹാൻഡിൽ ചെയ്യാനെന്ന് കൈഡോയും കണക്ക് കൂട്ടും. ലൂഫി ആണെങ്കിൽ ആ ഒരു പവർ അത് അക്യുമുലേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ കൈഡോയ്ക്ക് പിടികിട്ടും. നീ വീണ്ടും വീണ്ടും അതേ പവർ ഉപയോഗിക്കുകയാണല്ലേ, എന്നെ കൊണ്ട് ഒരിക്കലും ആ പവർ ഉപയോഗിച്ച് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇവിടെ ലൂഫി ആണെങ്കിൽ ഗ്രാൻഡ്പ പറഞ്ഞതനുസരിച്ച് റെയിലി അവന് കാണിച്ചു കൊടുത്ത അനുസരിച്ച് എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ലൂഫി ഒരു സെക്കൻഡ് കണ്ണുകൾ അടച്ച് അവൻ മുൻപും ഇതേ പവർ ഉപയോഗിച്ച ആ രംഗങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ആ സമയത്തെല്ലാം അവന് പിഴവ് സംഭവിച്ച് കൂടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ അടി അതവൻ വാങ്ങിക്കെട്ടി. സോ ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവൻ തയ്യാറെടുക്കും. ലൂഫി ആ കാര്യങ്ങളെല്ലാം ഓർത്ത് പതിയെ പതിയെ ആ പവറിനെ കൺട്രോൾ ചെയ്യാണ്. ആ പവർ ആണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പോൾ ലൂഫിയുടെ ബോഡിയിൽ പൂത്തൊലഞ്ഞു നിൽക്കും. കൈഡോ ആണെങ്കിൽ കൈ മടക്കി ലൂഫി അടിക്കാനായിട്ട് ശ്രമിക്കും. അവൻ അങ്ങനെ ടേൺ ചെയ്ത് പതിയെ ഒരു പഞ്ച് നടത്തുകയാണ്. അവന്റെ ബോഡിയിൽ ലൂഫിയുടെ കൈ ടച്ച് ആവില്ല. പക്ഷേ കളർ ഓഫ് ഹോക്കി പവർ അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി ഒരു വലിയ പവർ അത് കൈഡോയെ ദൂരേക്ക് അടിക്കുകയാണ്. ലൂഫിയുടെ ആ ഒരു അടിയിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ക്രിയേറ്റ് ആവുകയാണ്. ലൂഫി ആണെങ്കിൽ വീണ്ടും ആ പവർ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് കൈഡോയെ തല്ലിക്കൊണ്ടേയിരിക്കും. കൈഡോ ആണെങ്കിൽ അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ലൂഫി ടച്ച് ചെയ്യാതെ തന്നെ അവന്റെ പവർ കൈഡോയെ പുറകിലേക്ക് കൊണ്ടുപോവാണ്. ആ ഒരു ഐലാൻഡ് പോലും അങ്ങനെ ഇളകി മറിയാണ്. ലോ ആണെങ്കിൽ കണ്ണു തുറന്ന് ആ ഒരു കാഴ്ച കാണും. അവൻ ഒരു സെക്കൻഡ് കാഴ്ച കണ്ട് ഷോക്ക് ആവുകയാണ്. ലൂഫി ടച്ച് ചെയ്യാതെ കൈഡോയെ നോക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു അപൂർവ കാഴ്ച. ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അപ്പാപ്പം പറഞ്ഞു കൊടുത്ത 1 by 1 സ്റ്റെപ്പ് അത് ആലോചിക്കുകയാണ്. ഒരിക്കലും പൂർണ്ണമായിട്ട് ആ പവറിനെ പ്രസ് ചെയ്യരുത്. ഈ പവറിനെ കംപ്ലീറ്റ് ആയിട്ട് അവന്റെ ബോഡിയിലൂടെ ഫ്ലോ ചെയ്യിക്കണം. അതനുസരിച്ച് ഇപ്പൊ ലൂഫി ഫ്ലോ ചെയ്യിപ്പിച്ച് ഒരു പഞ്ച് വെച്ച് കൊടുക്കും. ആ ഒരു പഞ്ചിൽ എല്ലാം തകർന്ന കൈഡോ വീണ്ടും പുറകിലേക്ക് പോകും. ആണെങ്കിൽ അവന്റെ കംപ്ലീറ്റ് പവർ ഉപയോഗിച്ചാണ് മുൻപ് അവൻ ആഞ്ഞു വെട്ടിയത്. ആ സമയത്തും അവന് കാര്യമായിട്ട് പരിക്കുകൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ ലൂഫി ടച്ച് ചെയ്യാതെ എല്ലും നുള്ളും അതൊന്നൊന്നായിട്ട് നുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 സെക്കൻഡ് ആണെങ്കിൽ അവിടെ മുഴുവൻ ഫോഗ് അങ്ങനെ പറക്കുകയാണ്. അല്പസമയം കഴിഞ്ഞ് കൈഡോ അവൻ കൺട്രോൾ പോയി നിലത്തടിച്ചു വീഴും. ലൂഫി ആണെങ്കിൽ അങ്ങനെ ടേൺ ചെയ്ത് ലോയോടും സോറോയോടും അവരോട് 2 പേരോടും അവിടുന്ന് കടന്നു പോകാനായിട്ട് പറയും. ഇവന്റെ കഥ അത് ഞാൻ കഴിക്കും. നിങ്ങൾ എല്ലാവരോടും നമ്മൾ കൈഡോയെ തോൽപ്പിച്ചു എന്നുള്ള കാര്യം അത് പറഞ്ഞറിയിക്കാൻ പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അങ്ങനെ ക്യാഷ്വലായിട്ട് ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.